ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിനുള്ള വനമിത്ര പുരസ്കാരം ചവറ പുതുക്കാട് സ്വദേശിനി എസ് സരസ്വതി അമ്മയ്ക്ക്. തന്റെ വീടും പരിസരവും ഔഷധ സസ്യങ്ങളുടെ കലവറയാക്കി സംരക്ഷിക്കുന്നതിനാണ് പുരസ്കാരം. 350-ലധികം ഔഷധ സസ്യങ്ങളുടെ ശേഖരം ഇവിടെയുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനം വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരത്തിനാണ് ചവറ പുതുക്കാട് കളിയിൽ വീട്ടിൽ എസ് സരസ്വതിയമ്മ അർഹയായത്. KSEBയിൽ നിന്നും സീനിയർ സൂപ്രണ്ടായി വിരമിച്ച സരസ്വതിയമ്മ 74-ാം വയസ്സിലും തന്റെ വീടും പരിസരവും ഔഷധ സസ്യങ്ങളുടെ കലവറ കൊണ്ട് നിറയ്ക്കുകയാണ്. കേരള വനം വന്യജീവി വകുപ്പ് കേരള സർക്കാർ ഏർപ്പെടുത്തിയ വനമിത്ര അവാർഡ് 2024 കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഒരു 15 വർഷത്തോളമായി ഇത് പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും വനത്തിലുള്ളതും വനത്തിന് പുറത്തുള്ളതുമായ പല വൃക്ഷങ്ങളും ഞാനിവിടെ നട്ടു വളർത്തുന്നുണ്ട്. അത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒന്ന് തമാശയ്ക്ക് തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളർച്ചയിലുള്ള ഒരു സന്തോഷം കണ്ടപ്പോഴേക്കും അത് കൂടി. ഇപ്പോഴും ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും അത് കൊണ്ടുവച്ച് വളർത്താനും അതൊരു പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ആണിപ്പോൾ ഞാനത് ചെയ്യുന്നത്. അപൂർവ ഇനത്തിൽപ്പെട്ട 350-ൽ പരം ഔഷധ സസ്യങ്ങളുടെ ശേഖരം ഇവിടെയുണ്ട്. 13 വർഷമായി ജൈവ വൈവിധ്യ സംരക്ഷണവുമായി രംഗത്തുണ്ട്. ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. എന്തായാലും ഒന്ന് എനിക്ക് മനസ്സിലായി, അതിനെക്കുറിച്ച് അറിയാനും അത് എങ്ങനൊരു അവാർഡ് തരാനും ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ച ഒരു താല്പര്യത്തിന് എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ സീനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തതാണ്. പഠിച്ചത് ഹിസ്റ്ററി MA ആണ്. പക്ഷേ ഇപ്പം താല്പര്യം മുഴുവനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നതാണ്. അതിൽ പല ബുക്സുകൾ വായിക്കാനും കുറേ അധികം അറിവുകൾ സമ്പാദിക്കാനും അതിൽ നിന്നൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരറിവും ഏത് പ്രായത്തിലും നമുക്ക് നടത്താം എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും എന്നുള്ളത് അതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഇഷ്ടം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ഒന്നോർത്ത് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലും നമ്മൾ ആ ഒരു അവബോധം വളർത്തിയെടുത്താൽ മാത്രമേ ഇത്തരം ഒരു വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. എനിക്കൊന്നും ചെറിയ പ്രായത്തിൽ അതിനുള്ള താല്പര്യമില്ലായിരുന്നു. താല്പര്യം ഉണ്ടായിരുന്നു, അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അതിനെ വളർത്തിയെടുത്തു. അതുമാത്രമേ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദേശീയ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയുടെ കേരള ഘടകത്തിന്റെ അവാർഡ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പരിസ്ഥിതി പ്രവർത്തകയ്ക്കുള്ള അവാർഡ്, ഫർണിച്ചർ എക്സ്പോയുടെ പരിസ്ഥിതി എക്സലൻസി അവാർഡ്, മികച്ച പരിസ്ഥിതി പ്രവർത്തകയ്ക്കുള്ള ജോയാ ലൂക്കാസ് ഗ്രൂപ്പിന്റെ അവാർഡ്, ചവറ ഗ്രാമപഞ്ചായത്തിലെ മികച്ച ഔഷധത്തോട്ടത്തിനുള്ള അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 300-ൽ പരം മരങ്ങളും കുറ്റിച്ചെടികളുമായിട്ട് എൻ്റെ പറമ്പിലുണ്ട്. പക്ഷേ ഇപ്പം ഉണക്കായത് കാരണം കുറച്ചൊക്കെ ഈ സീസണലായിട്ട് ഉണങ്ങിപ്പോകുന്ന കുറച്ചുണ്ട്. എന്നാലും സാമാന്യം നല്ല ഒരു കളക്ഷൻ ഉണ്ട്. അതിൽ ദന്തപ്പാല, അവക്കാഡോ, തിപ്പലി, നാഗവള്ളി, അർബുദനാശിനി, പിന്നെ മാംഗോസ്റ്റിൻ, സോമലത, യശങ്ക്, ചങ്ങലംപരണ്ട, അശോകം, മക്കോട്ടദേവ, അത് കുറേ അധികം മൂടുകളുണ്ട്. തിപ്പലി തന്നെ പലതരത്തിലുള്ള തിപ്പലികളുണ്ട്. പിന്നെ മാറാഞ്ചേമ്പ്, അങ്കോലം, വള്ളി അങ്കോലം. പരിസ്ഥിതി ശാസ്ത്രത്തിൽ PhD നേടിയ മകൾ ഡോക്ടർ വിനീതയും മരുമകൻ ഷൈൻ ശശികാന്തും സരസ്വതി അമ്മയ്ക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. പരേതനായ വിജയകുമാര കുരുക്കളാണ് ഭർത്താവ്. ന്യൂസ് ബ്യൂറോ, ചവറ.